ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായി വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു വർഷത്തിനടുത്തായിട്ടുണ്ടാവും ശരിക്കും നല്ലൊരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 6 മാസം മുന്നേ എടുത്തതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഏട്ടൻ നാട്ടിൽ വന്നപ്പം നമ്മൾ ഫാമിലി എല്ലാവരും ആയിട്ട് അതിരപ്പള്ളിയിൽ ഒരു ചെറിയൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു 10:30-11 മണിക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചാലക്കുടിയിൽ എത്തിയപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പായി. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് അതിരപ്പള്ളിയിൽ പോകാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ നമ്മുടെ വാസുവേട്ടൻ്റെ കടയിലാണ് കേട്ടോ കയറിയത്. എല്ലാവർക്കും അറിയാമല്ലോ, ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഇവിടെ ഊണും കറികളൊക്കെയാണ് സ്പെഷ്യൽസ് എന്നുണ്ടെങ്കിലും ഞാൻ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് കേട്ടോ. മീൻ, ചെമ്മീൻ, കൊഴുവ, പോർക്ക്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പേലയൊക്കെ കണ്ടാൽ മനസ്സിലാവും വാസുവേണ്ട കടയിലെ ടേസ്റ്റ്. എല്ലാവരും വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു ചേച്ചി ലോട്ടറി എടുക്കുമെന്ന് വെച്ചപ്പോൾ എന്തായാലും ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ അന്നത്തെ ഓണം ബമ്പറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പോയത് അതിരപ്പള്ളിയിലോട്ടാണ്. അപ്പോൾ ഇതാണ് സായിക്കുട്ടി, ബ്രഹ്മേട്ട. ബ്രഹ്മയ്ക്ക് ചേച്ചിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമ്മളിത് ഈ ഡ്രീം വേൾഡൊക്കെ ക്രോസ് ചെയ്തു. പണ്ട് ഈ വഴിക്കൊക്കെ പോകുമ്പോൾ ഡ്രീം വേൾഡും സിൽവർ സ്റ്റോമൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു കൗതുകമൊക്കെ ആയിരുന്നു. അങ്ങോട്ട് പോകാനൊക്കെ ആയിട്ട് ഭയങ്കര ആഗ്രഹമൊക്കെ ആയിരുന്നു. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലേസും കൂടിയാണ് കേട്ടോ അതിരപ്പള്ളി. അപ്പോൾ ഈ ഒരു വഴിയൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകളും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഡ്രീം വേൾഡൊക്കെ കഴിഞ്ഞ് കുറച്ച് ദൂരം അങ്ങ് പോകുമ്പം ഈ സിൽവർ സ്റ്റോം എത്തി. ഇതാണ് കേട്ടോ സിൽവർ സ്റ്റോം. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ എപ്പോഴും ട്രിപ്പ് കൊണ്ടുപോകുക ഡ്രീം വേൾഡ്, സിൽവർ സ്റ്റോം, വീഗാലാൻഡൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ ദൂരം പോയപ്പോൾ നമ്മുടെ അതിരപ്പള്ളിയിലെത്തി. ഇപ്പോൾ ആ ഒരു വെക്കേഷൻ ടൈമൊക്കെ ആയ കാരണം കൊണ്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചങ്ങ് ദൂരെയാണ് നമുക്ക് പാർക്കിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ടിക്കറ്റൊക്കെ എടുത്ത് അതിരപ്പള്ളിയിലോട്ട് കടക്കാൻ കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ കാലാവസ്ഥയൊന്നും വലിയ കുഴപ്പമില്ല. ഉച്ച തിരിഞ്ഞാരണം കൊണ്ട് അത്ര വെയിൽ എന്നൊന്നും പറയാനില്ല, വലിയ കുഴപ്പമില്ല. അങ്ങനത്തെ എല്ലാവരും സെറ്റായി ഞങ്ങളിത് അങ്ങോട്ടേക്ക് നടക്കുകയാണ് കേട്ടോ. ഇവിടെ പണ്ടത്തെ പോലെ ഒന്നല്ല, ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പോകുന്ന വഴിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേനൽക്കാലം ആയാലും ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അധികം വെള്ളമൊന്നും ഇല്ല കേട്ടോ. വെള്ളമൊക്കെ തീരെ കുറവാണ്. എന്നാലും നമുക്ക് അതിരപ്പള്ളിയിൽ വരുമ്പോൾ ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അത്യാവശ്യം കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങോട്ട് വരാനായിട്ട്. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടും കൂടിയാണ്, എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ വേനൽക്കാലം കാരണം അതിന് മാത്രം വെള്ളമില്ല. ചെറിയ ചെറിയ സ്ഥലത്താണ് കുറച്ച് വെള്ളം കെട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പിള്ളേർക്കൊക്കെ അത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ആദ്യമൊക്കെ ഇറങ്ങാൻ മടിച്ചൊക്കെ നിന്നെങ്കിലും പിന്നെ പിള്ളേർ ഭയങ്കര കളി. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ കളിച്ചോട്ടേന്ന്. നല്ല തണവാണ് വെള്ളത്തിന്. അതുപോലെ പാറ ചുട്ടുപഴുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിലും വെള്ളത്തിന് നല്ല തണവായതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബ്രഹ്മ ആദ്യം തന്നെ വെള്ളത്തിലോട്ട് ചാടി ആൾക്ക് കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ബ്രഹ്മ കളിക്കണ കണ്ടപ്പോൾ സായി ചേച്ചിയും കളിക്കണം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഭയങ്കര കളിയും തമാശയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ചേട്ടൻ നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ പുറത്ത് പോയി ഒരു ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. നമുക്കത് ഭയങ്കര ഒരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഡേ ആണ്. എന്തായാലും ഞാൻ ഈ വീഡിയോസ് ഇടാനായിട്ട് ഒരുപാട് ലേറ്റായി. ഞാൻ ഒരുപാട് നാളായി ഈ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ എന്നും ഈ വീഡിയോ ഒക്കെ നോക്കുമ്പോൾ അയ്യോ ഒന്ന് പോസ്റ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ എന്താ സമയം കിട്ടാറില്ല. അപ്പോൾ എന്തായാലും ഇന്നാണ് അതിനുള്ള സമയമൊക്കെ ആയത്. അങ്ങനത്തെ ഈ ബ്രഹ്മയും സായിയും അത്യാവശ്യം നല്ല രീതിയിലൊക്കെ എൻജോയ് ചെയ്തിട്ടാണ്. പിന്നെ അവിടെ നിന്ന് എടുത്തിട്ട് പോരാനാണ് പാടുപെട്ടത്. രണ്ടുപേരും പിന്നെ വിളിച്ചിട്ട് വരണമെന്നുണ്ടായിരുന്നില്ല. വെള്ളത്തിൽ കളിച്ച് മതിയാവുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ രണ്ടുപേരും ഒരുപാട് നേരമൊക്കെ കളിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഒരുപാട് കുരങ്ങന്മാരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇറങ്ങേണ്ട സമയമൊക്കെ ആയിട്ടും. അപ്പോൾ ഞങ്ങളവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു കൂട്ടം കുരങ്ങന്മാരൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞു. അത്യാവശ്യം നമ്മളൊരു 5 മണി വരെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുരങ്ങന്മാരൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടപ്പോഴത്തേനും പിന്നെ ഞങ്ങൾ പോകുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നമ്മളിത് ഈ മേലേക്ക് കയറി. അപ്പോൾ അവിടെ ഒരുപാട് ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കാമെന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ വരുമ്പോൾ ഒരു ഐസ്ക്രീം നിർബന്ധമാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ മേടിച്ച് അപ്പോൾ എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ചു. അങ്ങനെ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. പോകുന്ന വഴി ചായയൊക്കെ കുടിച്ച് പിന്നെ നമുക്ക് നേരെ വീട്ടിൽ പോവാം. അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. എന്തായാലും ഫാമിലിയുടെ കൂടെ ഒരുപാട് ദൂരത്തേക്കൊന്നും പോയില്ലെങ്കിലും ചെറിയൊരു ദൂരമാണെങ്കിലും നമുക്കിങ്ങനെ എല്ലാവരും കൂടെ എൻജോയ് ചെയ്യാമെന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒഴിവൊക്കെ കിട്ടുമ്പോൾ അതുപോലെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കാം.
അങ്ങനെ നമ്മളിതേ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കുപ്പി ഇതേ കുരങ്ങൻ തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് പോയിട്ട് ഇതേ മരത്തിൻ്റെ മേലെ ഇരുന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ വന്നപ്പോൾ ഇതുപോലെ ഒരുപാട് കുട്ടി കുട്ടി ഷോപ്പുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ സായിക്കുട്ടിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അച്ചച്ചന്മാരൊക്കെ അതേ സോപ്പ് ഇട്ടിട്ട് സായിക്കുട്ടി അതൊക്കെ മേടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ യാത്ര തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പാർക്കിങ്ങിലോട്ട് നടന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയുള്ളൂ കേട്ടോ നമ്മളുടെ ഇന്നത്തെ ചെറിയ വീഡിയോ. എന്തായാലും ഞങ്ങൾ എൻജോയ് ചെയ്ത പോലെ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുകയാണ്. എന്തായാലും ഇനി തുടർച്ചയായിട്ട് വീഡിയോ ഇടാനൊക്കെ ശ്രമിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയുള്ളൂ. എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.